ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. ലിനോവോയുടെ K15+ എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫോണാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്ന ഫോൺ തന്നെയാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണാണുള്ളത്. ഫോൺ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ നിന്ന് കിട്ടിയത്. യൂസർ മാനുവൽ, സിം അജക്റ്റിംഗ് ടൂള്, ടൈപ്പ് സി ചാർജിങ് കേബിള്, ചാർജിങ് അഡാപ്റ്റർ. എൻ്റെ കൂടെ നമുക്ക് ഇയർഫോണൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണ്, ലിനോവോ K15+ എന്ന് പറയുന്ന മോഡല്. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ബാക്ക് കവറും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫോണിൻ്റെ കൂടെ വരുന്ന പോലുള്ള ഒരു സാധാരണ കവർ. എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള കോസ്മിക് ബ്ലാക്ക് എന്ന കളറാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.55 mm ആണ്. അതുപോലെ തന്നെ 189 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. അത്രക്കൊരു സ്ലിം ഫോണൊന്നല്ല, എന്നാലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു ഫോണും കൂടാണിത്. ഇനി ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. ഈ പവർ ബട്ടൻ്റെ മുകളിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. പിന്നെ വോളിയം വോക്കേഴ്സ് ആണുള്ളത്. മുകളിലായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്കും. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഈ സിം ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 നാനോ സിം കാർഡും അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് കിട്ടുന്നത്. ഇനി ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് മെയിൻ മൈക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും ആണുള്ളത്. ഒരു നോർമൽ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കർ ഒന്നല്ല. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനിലാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ ലൈറ്റൊക്കെ തട്ടുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ള മോട്ടോ G22 എന്ന് പറയുന്ന മോഡലിൻ്റെ സിമിലർ ആയിട്ടുള്ള ഡിസൈനിലാണ് വരുന്നത്. ഈ മോട്ടോ ജിയും ലിനോവോ ഒന്നായത് കൊണ്ടായിരിക്കാം ചിലപ്പം ഇതേ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അക്രലിക്കാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഫിനിഷ് പോലൊക്കെ തോന്നിക്കെങ്കിലും ഇത് വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. പിന്നെ ഇതിന് കൊടുത്തിട്ടുള്ള ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെ നമുക്ക് മോട്ടോ G22 വന്നിട്ടുള്ള അതേപോലെ തന്നെയാണ് വരുന്നത്. നല്ല ഡിസൈനിലൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളതും. 4 ക്യാമറയും ഒരു ഫ്ലാഷും ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഫിംഗറൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫിംഗറിൻ്റെ അടയാളം നമുക്ക് ബാക്ക് സൈഡിൽ പതിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു കവർ ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ IPS LCD 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഇത് കാണുന്ന സമയത്ത് ഒരു ഫുൾ HDൻ്റെ ഒക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. 268 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും വരുന്നത്. 500 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റും വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് തന്നെ ഉണ്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ളത് 5 ഹോൾ ക്യാമറ ആണ്. നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു ബഡ്ജറ്റ് ഫോണിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് V-Notch ഡിസ്പ്ലേ ഒക്കെ ആണ് കാണാൻ സാധിക്കാറ്. പക്ഷേ ഇതിൽ വരുന്നത് 5 ഹോൾ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു 5 ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇങ്ങനെ 5 ഹോൾ കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ സൈഡ് നോക്കിയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. ഇനി ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് 12 ഈ ഫോൺ വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ആപ്പും തന്നെ വരുന്നില്ല. കൂടാതെ ഇതിൻ്റെ ടച്ച് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ടച്ചൊക്കെ വർക്കാവുന്നുണ്ട്. ഇനി MediaTekൻ്റെ Helio G37 എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സറാണിത്. അതുപോലെ തന്നെ പവർ VR GE8320 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു പ്രോസസ്സറും ഗ്രാഫിക്സാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സുള്ള ഗെയിംസ് ഒന്നും നമുക്കിതിൽ കളിക്കാൻ പറ്റില്ല. അഥവാ കളിച്ചാൽ തന്നെ നമുക്ക് ചെറിയൊരു ഫ്രെയിം മിസ്സിങ്ങും അതുപോലെ തന്നെ ലാഗൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഗെയിം ഹൈ ക്വാളിറ്റിയിലൊക്കെ കളിക്കുന്ന സമയത്ത്. ഇപ്പോൾ നോർമലായിട്ടുള്ള ടംബിൾ റണ്ണ് പോലെയുള്ള ഗെയിംസൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. ഇനി ഒരു ഫോൺ അവൈലബിൾ ആവുന്നത് നമുക്കിവിടെ UAE വരുന്നത് 4GB റാമിലും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ്. ഇനി ഈ ഒരു ഫോൺ ഇന്ത്യയിൽ അവൈലബിൾ ആവാൻ പോകുന്നത് 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി 3 ഇയർ വരെ സെക്യൂരിറ്റി അപ്ഡേഷൻ ഇതിൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. ഇങ്ങനെ വരുന്ന ബഡ്ജറ്റ് ഫോണുകളിൽ ഒന്നും തന്നെ നമുക്ക് ഇങ്ങനെ 4 ക്യാമറ കാണാൻ സാധിക്കാറില്ല. 3 ക്യാമറകളൊക്കെയാണ് മാക്സിമം കൊടുക്കാറ്. ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിൽ നമുക്ക് 4 ക്യാമറ ആണ് കിട്ടുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കൂടാതെ നല്ല ഹൈ ക്യാമറ മെഗാപിക്സൽ തന്നെ കിട്ടുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ ആണ് വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സൽ വിധമുള്ള ഡെപ്ത് സെൻസറും മാക്രോ ക്യാമറ ആണ് ഇതിൽ വരുന്നത് ക്യാമറകളായിട്ട്. അപ്പോൾ നോർമലി നമ്മളൊരു ഹൈ മോഡൽ ഫോണുകളിലൊക്കെ കാണുന്ന ഒരു മെഗാപിക്സൽ ക്യാമറ ഒക്കെ തന്നെയാണ് ഇതിലും കിട്ടിയിട്ടുള്ളത്. 50 മെഗാപിക്സലും 8 മെഗാപിക്സലൊക്കെ.
ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച്.ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. നമ്മളിതിലൊരു 4K ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം അങ്ങനെ വരുന്ന ബഡ്ജറ്റ് ഫോണുകളിലൊന്നും തന്നെ നമുക്ക് 4K കിട്ടാറില്ല. അപ്പോൾ ഇതിൽ ഫോട്ടോ എടുത്ത സമയത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫോണിലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സൽ ഒരു ക്യാമറ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8 മെഗാ പിക്സലൊക്കെയാണ് മാക്സിമം. അപ്പോൾ ഇതിൽ നമുക്ക് 16 മെഗാ പിക്സൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചു. അതുപോലെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച്.ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഈ ഫോണിൽ വരുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ലൗഡാണ് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ സൗണ്ട് കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പീക്കറിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു ബഡ്ജറ്റ് ഫോണിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോണറിൻ്റെ X7 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ ഇത്ര ഒരു സൗണ്ട് ലൗഡും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4ഉം 5 GHz സപ്പോർട്ടാണ്, വോൾട്ടി കോളിംഗും സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൽ 5.1 ആണ് വരുന്നത്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷനും വരുന്നുണ്ട്. OTG നമുക്കിതിൽ സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന ഫോണുകളിൽ ചില മോഡലുകളിൽ മാത്രം നമുക്ക് NFC കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ടാണ്. ഇനി ഫോണിൽ സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് വരുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കും ആണ്. ഇത് രണ്ടും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം സ്പീഡ് ഉണ്ട് എന്ന്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നത്. അവിടെ വല്ല ഡിലേ കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ഉണ്ട് സ്പീഡ് എന്ന്. ഫേസ് ലോക്ക് അൺലോക്ക് ആയിട്ട് വരുന്നത് അത്ര ഒരു സ്പീഡൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സ്പീഡ് ഉണ്ടെന്ന്. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന് കൂടെ വരുന്നത് 10 വാട്ടിൻ്റെ ഒരു ചാർജർ മാത്രമാണ്. അപ്പോൾ ഇതിന് 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. പക്ഷേ ബോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 10 വാട്ടിൻ്റെതുള്ളൂ. ഈ ഒരു സമയത്ത് ഒരു 10 വാട്ടിൻ്റെ ചാർജർ വളരെ കുറവാണ് ഈ ഒരു 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളി ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റ് ഫോണുകളിൽ കാണാൻ പറ്റുന്ന ഇതിലും നല്ലൊരു ഡിസൈൻ തന്നെ നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ ആണ് വരുന്നത്. പിന്നെ നല്ല വലിയ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. കൂടാതെ 90 Hz റീഫ്രഷ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ കാണാറുണ്ട്. ലിനോവയിൽ തന്നെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ഫോണുകളിൽ നിന്നൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റിയിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വരുന്ന ഗ്രാഫിക്സും പ്രോസസ്സറും ഒക്കെ തന്നെ ഒരു മിനിമം ക്വാളിറ്റിയെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹെവി യൂസ് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഹെവി ഗെയിംസ് ഒന്നും ഇതിൽ കളിക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോണാണ്. സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ എന്നുള്ള രീതിയിലുള്ളൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 4GB and 128GBക്ക് 599 dirhams ആണ്. ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 4GB and 64GBക്ക് 10,999 രൂപയാണ്. നമ്മൾ ഈ ഒരു ചാനലിൽ കൂടി ഒരുപാട് ഫിഷിംഗ് വീഡിയോസും കുറച്ച് ടെക് വീഡിയോസൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ഓൾ എന്നാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ Lenovo K15+ എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.